ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മയിലമ്മ ഒരു ജീവിതം എന്ന ഈ അധ്യായം തുടങ്ങുന്നതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ നോട്ടുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചിട്ട് ക്ലാസ് കേൾക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് പോയിന്റ്സ് ഓർത്തുവെക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ചാപ്റ്റർ ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം കേട്ടോ. ഞാനിവിടെ ഈ ചാപ്റ്ററിന്റെ ഒരു ഓവറോൾ ഐഡിയ പരീക്ഷയ്ക്ക് വേണ്ടുന്ന രീതിയിൽ തരികയാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റഡി പ്ലാൻ. ഈ അധ്യായം മുഴുവനായിട്ട് മനസ്സിലാക്കാനും നല്ല മാർക്ക് വാങ്ങാനും നമ്മൾ ഈ 6 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം തന്നെ ഈ പുസ്തകത്തിനെ വ്യത്യസ്തമാക്കുന്ന ആ എഴുത്തുരീതിയെപ്പറ്റി നമ്മൾ പഠിക്കും. പിന്നെ പ്ലാച്ചിമട സമരത്തിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്ന് നോക്കാം. അതിൽ നിന്നാണ് മയിലമ്മ എന്ന നേതാവിന്റെ ഉദയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. കൂടെ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ, ആ പോരാട്ടത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അവസാനം ഒരു റാപ്പിഡ് പ്രിവിഷൻ, പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന കുറച്ച് പോയിന്റ്സ് നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കും. ശരി, നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പലപ്പോഴും 2 മാർക്കിന് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് ഈ പുസ്തകത്തിന്റെ രചനാശൈലിയുടെ പ്രത്യേകതയെക്കുറിച്ച്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കേട്ടെഴുത്ത് എന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മയിലമ്മയ്ക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. സ്കൂളിൽ പോയിട്ടില്ലാത്ത ഒരു സാധാരണ ആദിവാസി സ്ത്രീ. പക്ഷേ അവർക്കൊരുപാട് കാര്യങ്ങൾ ലോകത്തോട് പറയാനുണ്ടായിരുന്നു. അവരുടെ ജീവിതം, അവരുടെ സമരം. അപ്പോ മയിലമ്മ അവരുടെ കഥ സ്വന്തം ഭാഷയിൽ, ആ ഒരു നാടൻ ശൈലിയിൽ അങ്ങ് പറയുമ്പോൾ ജ്യോതിഭായ് പരിയാടത്തെന്നയാൾ അത് അതേപടി ഒരു വാക്കുപോലും മാറ്റാതെ എഴുതിയെടുക്കുകയായിരുന്നു. ഈ രീതിക്കാണ് നമ്മൾ കേട്ടെഴുത്ത് അല്ലെങ്കിൽ ഗസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് പറയുന്ന ആളുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ മറ്റൊരാൾ എഴുതുന്നു. മലയാളത്തില് ആദ്യമായിട്ടല്ല കേട്ടോ ഈ കേട്ടെഴുത്ത് രീതി വരുന്നത്. ഇതിനു മുൻപ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആദിവാസി നേതാവായ CK ജാനുവിന്റെ ആത്മകഥയും ഇതേ രീതിയിൽ തന്നെയാണ് പുറത്തുവന്നത്. അത് കേട്ടെഴുതിയത് ഭാസ്കരനായിരുന്നു. അപ്പോ പരീക്ഷയ്ക്കോർക്കുക, മയിലമ്മയുടെ ജീവിതം പകർത്തിയത് ജ്യോതിബായ് പരിയാടത്ത്, CK ജാനുവിന്റേത് ഭാസ്കരൻ. ഈ 2 പേരുകളും പ്രധാനമാണ്. ഇനി നമുക്ക് ആ ചരിത്രപ്രസിദ്ധമായ സമരത്തിന്റെ യഥാർത്ഥ കാരണമെന്തായിരുന്നുവെന്ന് നോക്കാം. ഒരു നാടിനെ മുഴുവൻ പ്രക്ഷോഭത്തിലേക്ക് നയിച്ച ആ പാരിസ്ഥിതിക പ്രശ്നം എന്തായിരുന്നു? പ്ലാച്ചിമടയിലെ യഥാർത്ഥ വിഷയം നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഈ കഥ തുടങ്ങുന്നത് 2000-ആം ആണ്ടിലാണ്. സ്ഥലം ഓർക്കുക, പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി പഞ്ചായത്തിലെ പ്ലാച്ചിമട. വളരെ ശാന്തമായ ഒരു ഗ്രാമമായിരുന്നു അത്. അവിടേക്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ കൊക്കക്കോള അവരുടെ ഫാക്ടറി തുടങ്ങാനായി വരുന്നത്. ആ വരവോടെയാണ് പ്ലാച്ചിമടയുടെയും അവിടുത്തെ ജനങ്ങളുടെയും കഷ്ടകാലം തുടങ്ങുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കണക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാവും. ആ ഒരു ഭീകരത അറിയാൻ പറ്റും. കൊക്കക്കോള കമ്പനി ഓരോ ദിവസവും 1.5 ദശലക്ഷം മുതൽ 2 ദശലക്ഷം ലിറ്റർ ഭൂഗർഭജലമാണ് അവിടെ നിന്ന് ഊറ്റിയെടുത്തുകൊണ്ടിരുന്നത്. ഓർക്കണം, ഓരോ ദിവസവും ഒരു നാടിന്റെ മുഴുവൻ ജീവജലം ഒരു ഭീമൻ കുഴൽക്കിണറിലൂടെ വലിച്ചെടുക്കുന്നതുപോലെ. സ്വാഭാവികമായും കിണറുകൾ വറ്റി, ജലക്ഷാമം രൂക്ഷമായി, ഉള്ള വെള്ളം മലിനമായി. ആ നാശം ഒരു ഭാഗത്ത് മാത്രമായിരുന്നില്ല. 1, വെള്ളമൂറ്റി. 2, അതിനേക്കാൾ വലിയൊരു ചതി അവർ ചെയ്തു. കമ്പനിയിൽ നിന്ന് വരുന്ന മാലിന്യം, അതായത് സ്ലഡ്ജ്, ഇത് നല്ല വളമാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ സാധാരണക്കാരായ കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. അത് വിശ്വസിച്ച് കൃഷിഭൂമിയിലിട്ട കർഷകർക്ക് കിട്ടിയതെന്താണെന്നോ? കാഡ്മിയം, ലെഡ് പോലുള്ള മാരകമായ ഘനലോഹങ്ങൾ കലർന്ന ആ വിഷം അവരുടെ മണ്ണിനെ പൂർണ്ണമായും നശിപ്പിച്ചു. കൃഷിഭൂമി തരിശായി മാറി. അപ്പോ ഇങ്ങനെയുള്ള ഒരു ദുരിതക്കയത്തിലേക്കാണ് മയിലമ്മ എന്നൊരു സാധാരണ സ്ത്രീ ഒരു പോരാളിയായിട്ട് കടന്നുവരുന്നത്. എങ്ങനെയാണ് ഒരു സാധാരണ വീട്ടമ്മ ഒരു ലോകോത്തര കമ്പനിക്കെതിരായ സമരത്തിന്റെ മുഖമായി മാറിയത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ചിലപ്പോൾ 5 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ സമരത്തിന്റെ ഒരു ടൈം ലൈൻ നമുക്ക് നോക്കാം. 2000-ൽ കമ്പനി പ്രവർത്തനം തുടങ്ങി. ഏകദേശം 2 വർഷത്തെ ദുരിതത്തിനു ശേഷം 2002 ഏപ്രിൽ 22-ന് മയിലമ്മയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ആദിവാസി ജനത കമ്പനിയുടെ ഗേറ്റിനു മുന്നിൽ ഒരു കുടിൽ കെട്ടി സമരം ആരംഭിച്ചു. ഈ തീയതി 2002 ഏപ്രിൽ 22 നിങ്ങൾ മറക്കാനേ പാടില്ല. 1 മാർക്കിന്റെ ഷുവർ ചോദ്യമാണിത്.
ഇരുളർപാർ എരവള്ളർ എന്ന ഗോത്രവിഭാഗത്തിൽപ്പെട്ട മൈലമ്മയുടെ നേതൃത്വത്തിലാണ് ആ സമരം പിന്നീട് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒന്നായി മാറിയത്. കമ്പനി ആ നാടിന് വരുത്തിവെച്ച നഷ്ടം എത്ര വലുതാണെന്നറിയാമോ? അത് പഠിക്കാൻ വേണ്ടി സർക്കാർ ഒരു ഉന്നതതല സമിതിയെ നിയമിച്ചിരുന്നു. അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാറായിരുന്നു ആ സമിതിയുടെ അധ്യക്ഷൻ. അവർ കണക്കാക്കിയ നഷ്ടപരിഹാര തുകയെന്ന് പറയുന്നത് 216.16 കോടി രൂപയാണ്. 216.16 കോടി. ഈ സംഖ്യയും വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. ഇനി നമുക്ക് കണക്കുകൾക്കപ്പുറം ആ മനുഷ്യർ നേരിട്ട് അനുഭവിച്ച ദുരിതങ്ങളിലേക്ക് വരാം. പുസ്തകത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ മൈലമ്മയുടെ തന്നെ വാക്കുകളിലൂടെ ആ വേദനകൾ വിവരിക്കുന്നുണ്ട്. നമുക്കതിലൊന്ന് ശ്രദ്ധിക്കാം. ആ വിഷം കലർന്ന വെള്ളം അവരുടെ ജീവിതത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. അങ്കണവാടിയിലെ ചെറിയ കുട്ടികൾ ആഹാരം കഴിച്ചാലുടൻ ഛർദ്ദിക്കും. വെള്ളത്തിന് വല്ലാത്ത കയ്പാണ്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കശപ്പനുഭവപ്പെടും. ആ വെള്ളത്തിൽ കുളിച്ചാൽ മുടിയെല്ലാം ഒട്ടിപ്പിടിക്കും. സ്ത്രീകൾ പാത്രം കഴുകുമ്പോൾ കൈ ചൊറിഞ്ഞു നീരും. അത് കുടിക്കുന്നവർക്ക് വയറിളക്കം, കടുത്ത ക്ഷീണം, കണ്ണിന് നീര്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അസുഖങ്ങൾ. ഇതിലെ ഏറ്റവും സങ്കടകരമായൊരു കാര്യം എന്താന്ന് വെച്ചാ, ഇവരെ നെല്ലിമേട്, നന്ദിയോട്, ചിറ്റൂർ, പാലക്കാട് അങ്ങനെ ഒരുപാട് ആശുപത്രികളിൽ പോയി. പക്ഷെ ഒരു ഡോക്ടർക്ക് പോലും എന്താണ് ഈ അസുഖങ്ങളുടെ യഥാർത്ഥ കാരണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ ഒരു നിസ്സഹായാവസ്ഥ ഒന്ന് ഓർത്തുനോക്കൂ. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, സ്വന്തം കിണറ്റിലെ വെള്ളം വിഷമായപ്പോൾ ഒരു തുള്ളി കുടിവെള്ളത്തിനു വേണ്ടി ഈ പാവം ജനങ്ങൾ എവിടെ പോയി? ഉത്തരം അടുത്ത സ്ലൈഡിലുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാന പോയിന്റാണിത്. ഉത്തരം ഇതാണ്: കൊച്ചിക്കാട്. ഇത് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. ദിവസവും ഇത്രയും ദൂരം നടന്നുപോയി വേണം ഒരു കുടം വെള്ളം കൊണ്ടുവരാൻ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വെള്ളമെടുക്കാൻ വേണ്ടി ഒരു ദിവസം പോയാൽ അന്നത്തെ കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ല. അതായത് ഈ പ്രശ്നം അവരുടെ ആരോഗ്യത്തെ മാത്രമല്ല, സാമ്പത്തികമായും അവരെ തകർത്തു. ഓക്കെ, ഇനി നമുക്ക് സമരത്തിൽ നിന്ന് വീണ്ടും ഈ പുസ്തകത്തിലേക്ക് തന്നെ വരാം. കാരണം ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ, അതിന്റെ വിവർത്തനങ്ങൾ, കിട്ടിയ അവാർഡുകൾ, ഇതൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും. ഈ പുസ്തകത്തെക്കുറിച്ച് ഈ കാര്യങ്ങൾ ഓർത്തുവെക്കണം. ഇത് പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ബുക്സാണ്. ഇതിൽ ആകെ 16 അധ്യായങ്ങളുണ്ട്. ഇതിന് 2 പ്രധാന വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. തമിഴിലേക്ക് മൈലമ്മ പോരാട്ടമേ വാഴ്ക എന്ന പേരിലും ഇംഗ്ലീഷിലേക്ക് മൈലമ്മ ലൈഫ് ഓഫ് എ ട്രൈബൽ ഈക്കോ വാരിയർ എന്ന പേരിലും. ആ ഇംഗ്ലീഷ് പരിഭാഷ ചെയ്തവരുടെ പേരുകളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രൊഫസർ സ്വർണലത രംഗരാജൻ, ഡോക്ടർ ശ്രീജിത്ത് വർമ്മ. പ്ലാച്ചിമടയിലെ ആ സമരം പതിയെ പതിയെ ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് 2005 പ്രശസ്തമായ ഔട്ട്ലുക്ക് മാഗസിൻ മൈലമ്മയ്ക്ക് നൽകിയ സ്പീക്ക് ഔട്ട് പുരസ്കാരം. ഇതൊരു വലിയ അംഗീകാരമായിരുന്നു, ആ പോരാട്ടത്തിന് ലഭിച്ചൊരു ദേശീയ അംഗീകാരം. ശരി, ഇനി എല്ലാവരും ഒന്നുണർന്നിരിക്കുക. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഉറപ്പായും വരാൻ സാധ്യതയുള്ള 5 ഒറ്റമാർക്ക് ചോദ്യങ്ങൾ ഒരു റാപ്പിഡ് ഫയർ പോലെ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ ഒരുപാട് സഹായിക്കും. റെഡിയല്ലേ? ചോദ്യം 1. ഈ പുസ്തകം കേട്ടെഴുതിയത് ആര്? ഉത്തരം ജ്യോതിബായ് പരിയാടത്ത്. ചോദ്യം 2. പ്ലാച്ചിമട സമരം ആരംഭിച്ചത് എന്ന്? ഉത്തരം 2002 ഏപ്രിൽ 22. ചോദ്യം 3. സർക്കാർ സമിതി കണക്കാക്കിയ നഷ്ടപരിഹാര തുക എത്ര? ഉത്തരം 216.16 കോടി രൂപ. ചോദ്യം 4. കൃഷിഭൂമി നശിക്കാൻ കാരണമെന്ത്? ഉത്തരം കമ്പനിയുടെ മാലിന്യം വളമായി ഉപയോഗിച്ചത്. ചോദ്യം 5. അവർ കുടിവെള്ളത്തിനായി പോയിരുന്നത് എവിടെ? ഉത്തരം കൊച്ചിക്കാട്. ഈ 5 പോയിന്റും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഉറച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ ജനതയുടെ നിശ്ചയദാർഢ്യം കാണിക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. സമരം ഒരുപാട് നീണ്ടുപോയപ്പോൾ കമ്പനി ഒരു ഒത്തുതീർപ്പെന്ന രീതിയിൽ അവർക്ക് ടാങ്കറിൽ വെള്ളം എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സമരസമിതി നേതാവായ വിളയോടി ഗോപാലേട്ടൻ പറഞ്ഞ മറുപടി ഒരു ചരിത്രമാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വെള്ളം മോഷ്ടിച്ച കള്ളന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം ഭിക്ഷയായി വേണ്ട. അതവരുടെ ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. അപ്പോ ഇതാണ് മൈലമ്മയുടെയും പ്ലാച്ചിമടയുടെയും കഥ. വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാധാരണ ആദിവാസി സ്ത്രീ ഒരു ആഗോള ഭീമനെതിരെ നടത്തിയ ഐതിഹാസികമായ ഒരു ചെറുത്തുനിൽപ്പിന്റെ കഥ. ഈ അധ്യായം പഠിച്ചു തീരുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ പോരാട്ടം ഇന്നത്തെ കാലത്ത് നമുക്ക് നൽകുന്ന സന്ദേശമെന്താണ്? ഈയൊരു ചിന്ത മനസ്സിൽ വെച്ച് ഈ പാഠം സമീപിക്കുക. പരീക്ഷയ്ക്ക് ഉത്തരമെഴുതുമ്പോൾ കേട്ടെഴുത്ത് എന്ന വാക്ക് ഉപയോഗിക്കാൻ മറക്കരുത്. അത് നിങ്ങളുടെ ഉത്തരത്തിന് കൂടുതൽ മാർക്ക് നേടിത്തരും. എല്ലാവർക്കും പരീക്ഷയ്ക്ക് നല്ല വിജയം ആശംസിക്കും.